ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മേൽക്കോണുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ത്രികോണമിതിയിലെ മേൽക്കോണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് മേൽക്കോൺ, ആംഗിൾ ഓഫ് എലിവേഷൻ, എന്താണ് മേൽക്കോൺ എന്നുള്ളത് പറയാം. ഇതൊരു മരമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലെയായി ഒരു കുട്ടി നിൽക്കുന്നു. 1.5 മീറ്റർ നീളമൊക്കെ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഞാൻ പറയാം. ഒരു കുട്ടി നിൽക്കുന്നു. ഈ കുട്ടി മരത്തിൻ്റെ മുകൾ ഭാഗം 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഈ കുട്ടി നേരെ നോക്കുന്നത് ഇങ്ങനെയാണ്, നേരെ നോക്കുന്നത്, വസ്തുവിനെ നോക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. ആ നേരെ നോക്കുന്നതും വസ്തുവിനെ നോക്കുന്നതും തമ്മിലുള്ള കോണാണ് മേൽക്കോൺ. അപ്പം മുകളിലേക്കാണെങ്കിൽ മേൽക്കോൺ എന്ന് പറയും. മറ്റൊരു എക്സാമ്പിൾ കൂടി ചിത്രം കാണിക്കാം. ഇതൊരു ടവറാണ്. ഈ ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ചകലെ ഒരാൾ നിൽക്കുന്നു, ഒരു കുട്ടി നിൽക്കുന്നു. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ മാത്രം കുട്ടിക്ക് പകരമായിട്ട് ഒരു വര വരയ്ക്കാം. കുട്ടീൻ്റെ ഉയരം തന്നിട്ടില്ല എങ്കിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നു. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കുട്ടി നേരെ നോക്കുന്നത് ഇത്തരത്തിലാണ്, കുട്ടി വസ്തുവിനെ നോക്കുന്നത് ഇത്തരത്തിലാണ്. ടവറിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പിന്നെയും ഒരുപാട് ചിത്രങ്ങൾ, കാരണം ഈ മേൽക്കോൺ കീഴ്ക്കോണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തന്നെ 1.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു മരമാണ്. ഇത് പുഴയാണ്. പുഴയോരത്ത് നിൽക്കുന്ന ഒരു കുട്ടി, പുഴയുടെ വക്കത്ത് നിൽക്കുന്ന ഒരു കുട്ടിക്ക് 1.5 മീറ്റർ ഉയരമുണ്ട്. ഈ കുട്ടി മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. പുഴയോരത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. അതിനുശേഷം 20 മീറ്റർ പിറകിലേക്ക് നടന്നു. ഇപ്പോൾ കുട്ടി മരത്തിൻ്റെ മുകൾ ഭാഗം കണ്ടത് 30 ഡിഗ്രി മേൽക്കോണിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും ഈ ചിത്രം വരിക. അപ്പോൾ ഈ മേൽക്കോൺ കീഴ്ക്കോൺ എന്ന് പറയുന്ന 2 ഭാഗത്തിൽ ചിത്രങ്ങൾക്ക് മാത്രം 1.5 മാർക്കിന് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 1.5 മാർക്കിന് അതിൻ്റെ റഫ് ഫിഗറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി നമുക്ക് മേൽക്കോണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഒരു എക്സാമ്പിൾ നോക്കൂ. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല, പറയുന്നേ ഉള്ളൂ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുന്നു. 10 മീറ്റർ അകലെ 1.8 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി നിൽക്കുന്നു. കുട്ടി ഈ മരത്തിൻ്റെ മുകൾ ഭാഗം 50 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എങ്കിൽ മരത്തിൻ്റെ ഉയരം എത്ര എന്നായിരിക്കും ചോദ്യം. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുന്നു, 1.8 മീറ്റർ ഉയരമുള്ളൊരു കുട്ടി നിൽക്കുന്നു. കുട്ടി 50 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നോക്കുന്ന രശ്മിയും വസ്തുവിനെ നോക്കുന്ന രശ്മിയും, അപ്പോൾ 50 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഇനി മരത്തിൻ്റെ ഉയരം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. മരത്തിൻ്റെ ഉയരം കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്ര മതിയല്ലോ. മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുന്നു. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട് 1.8 മീറ്റർ, 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, മരത്തിൻ്റെ ഉയരം കാണുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു മട്ടത്രികോണം ഉണ്ട്. ഇതിനൊക്കെ കൂടി ഒരു പേര് കൊടുത്തു. ആ മട്ടത്രികോണം ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മട്ടത്രികോണം. 90 ഡിഗ്രി വരണം. സൈൻ, കോസ്, ടാൻ ഉപയോഗിക്കണമെങ്കിൽ ഒരു കോൺ 90 ഡിഗ്രിയുള്ള ത്രികോണം ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ 50 ഡിഗ്രിയുടെ എതിർവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മരത്തിൻ്റെ ഉയരം എത്രയെന്നല്ലേ, മരത്തിൻ്റെ മൊത്തം ഉയരം ആ ത്രികോണത്തിൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. 1.8 മീറ്റർ ഉയരമുള്ള കുട്ടിയെ കൂടി കൂട്ടിക്കൊടുത്താലേ പിന്നെ മരം മൊത്തത്തിലാവുള്ളൂ അല്ലേ. മരം ഇവിടെ നിന്നല്ലല്ലോ തുടങ്ങുന്നത്, ബി എന്ന സ്ഥലത്ത് നിന്നല്ലല്ലോ മരം തുടങ്ങുന്നത്, ഭൂമിയിൽ നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ മരം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എടുക്കണം. പക്ഷെ നമുക്ക് കണക്ക് ചെയ്താൽ ബി മുതൽ എ വരെയാണ് കിട്ടുക. അപ്പോൾ മരത്തിൻ്റെ ഉയരം പിന്നീട് കിട്ടണമെങ്കിൽ കുട്ടിയുടെ ഉയരം കൂടി കൂട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ പറയട്ടെ, മേൽക്കോൺ കീഴ്ക്കോണുള്ള ക്വസ്റ്റ്യനിൽ മുഴുവൻ ടാൻ ആണ് ഉപയോഗിക്കേണ്ടത്. മേൽക്കോണിൻ്റെയും കീഴ്ക്കോണിൻ്റെയും ക്വസ്റ്റ്യൻസ് മുഴുവൻ ടാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ബൈ സമീപവശം.
എതിർവശം ബൈ സമീപവശം. ടാൻ എത്ര ഡിഗ്രിയാണ് ഇവിടെ? 50 ഡിഗ്രി സമം എതിർവശം 50ന്റെ എതിർവശം AB, 50ന്റെ എതിർവശം AB ബൈ സമീപവശം ഇത് BC. ടാൻ 50 സമം AB നമുക്ക് തന്നിട്ടില്ല, മരത്തിൻ്റെ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ BC നോക്കൂ, ബൈ BC. BC എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുവരെ അത് 10 മീറ്റർ തന്നെയല്ലേ? 10 ബൈ 10 ഇങ്ങോട്ട് കയറുമ്പോൾ ടാൻ 50 ഗുണിക്കണം 10 സമം AB. ടാൻ 50ന്റെ വില 1.19 ഇൻറ്റു 10 സമം AB. AB സമം 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് 10ന് ഒരു 0, ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇട്ടാൽ മതി. അല്ല എങ്കിൽ 119നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 119.0, ഒരു 0 ചേർത്ത് കൊടുക്കുക. 2 സ്ഥാനം മാറ്റി കുത്തുമ്പോൾ 11.90. അതാണ് ഞാൻ പറഞ്ഞത്, 10ന് ഒരു 0 ഒരു സ്ഥാനം മുന്നിക്ക് ചാടിച്ചാൽ മതി. 11.9 എന്ന് എഴുതിയാൽ മതി. AB 11.9 മീറ്റർ. പക്ഷെ മരത്തിൻ്റെ ഉയരമായില്ല. മരത്തിൻ്റെ ഉയരമാവണമെങ്കിൽ കുട്ടിയുടെ ഉയരമായ 1.8 കൂടി കൂട്ടിക്കൊടുക്കണം. മരത്തിൻ്റെ ഉയരം AB-യും BE-യും കൂട്ടിക്കൊടുക്കുക. AB പ്ലസ് BE ആണ്. AB എത്രയാണ്? 11.9 പ്ലസ് BE 1.8. അത് രണ്ടും കൂട്ടിയാൽ ഉത്തരമായി 11.9 1.8 9 8 17 ശിഷ്ടം 1 3 13.7 മീറ്ററാണ് മരത്തിൻ്റെ ഉയരം. അപ്പം മേൽക്കോണുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ തന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടവറിൻ്റെ ക്വസ്റ്റ്യനും കൂടി ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ മേൽക്കോണിലെ എക്സാമ്പിൾ 2 ഒന്ന് ശ്രദ്ധിക്കൂ. എക്സാമ്പിൾ 2 ഇതാണ്. ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് 20 മീറ്റർ അകലെ 1.7 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി നിൽക്കുന്നു. ഈ കുട്ടി ടവറിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് എങ്കിൽ ടവറിൻ്റെ ഉയരം എത്ര? ഇത് ടവറാണ്. ടവറിൻ്റെ ഉയരം എത്ര? അപ്പോൾ ഇത് ഞാൻ കുട്ടിയുടെ ഉയരം തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാക്കി ചെയ്തു തരാം. ഇനി കുട്ടിയുടെ ഉയരം തരാതെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം എന്ത് ചെയ്യും? ഇതൊരു ടവറാണ്. ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് 20 മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ഉയരം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ട. ഈ കുട്ടി ടവറിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. അപ്പോൾ ചിത്രം ഇത്തരത്തിലായിരിക്കും. അപ്പം മേൽക്കോണ് വരയ്ക്കുമ്പോൾ സാധാരണ നമ്മുടെ ത്രികോണം പോലെ ആവും ചില സമയത്ത്. അത് എങ്ങനെ മനസ്സിലാവും? കുട്ടിയുടെ ഉയരം തന്നിട്ടില്ലെങ്കിൽ സാധാരണ ഒരു ത്രികോണം പോലെ ആയിരിക്കും. കുട്ടിയെ നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. കുട്ടിയുടെ ഉയരം തന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെയ്യണം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ടവറിൻ്റെ AB എന്ന പോർഷനെ നമുക്ക് കിട്ടുള്ളൂ. ABCDE. BE പിന്നെ നമുക്ക് കുട്ടിയുടെ ഉയരം കൂട്ടിക്കൊടുത്താൽ ടവറിൻ്റെ മൊത്തം ഉയരം നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനു വേണ്ടി ടാൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു മേൽക്കോണും കീഴ്ക്കോണുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ടാൻ ആണ് എടുക്കേണ്ടത്. ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. ടാൻ എത്ര ഡിഗ്രി? 70 ഡിഗ്രി സമം എതിർവശം ആരാണ്? 70ന്റെ എതിർവശം AB ബൈ സമീപവശം ഇതാണ് BC. BC എന്ന് പറഞ്ഞാൽ 20. അത് കൊടുത്താൽ മതി. ബൈ 20 ഇങ്ങോട്ട് മാറുമ്പോൾ ഇൻറ്റു 20 ആവും. ടാൻ 70 ഇൻറ്റു 20 സമം AB. ടാൻ 70ന്റെ വില 2.75 ഇൻറ്റു 20 സമം AB. 275നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 5 10 7 2 14 1 15 ശിഷ്ടം 1 2 2 4 1 5. ഒരു 0 ഇടാനുണ്ടായിരുന്നു, ഇട്ടു. അതിനുശേഷം 2 സ്ഥാനം മാറ്റി കുത്തിടാനുണ്ടായിരുന്നു. പോയിന്റിന് ശേഷം 0 മാത്രം വന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. 55. AB സമം 55 മീറ്റർ. ഇപ്പോൾ AB മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ടവറിൻ്റെ ഉയരം എങ്ങനെ കാണും? ടവറിൻ്റെ ഉയരം കാണണമെങ്കിൽ നമുക്കറിയാം ABയും BEയും കൂട്ടിക്കൊടുക്കണം. ABയും BEയും കൂട്ടണം. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 മീറ്റർ പ്ലസ് BE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹൈറ്റ് 1.7 മീറ്റർ. 1.55 ഒന്നും കൂട്ടുക 56.7 മീറ്റർ ആണ് എന്തിൻ്റെ ഉയരം? ടവറിൻ്റെ മൊത്തത്തിലുള്ള ഉയരം 56.7 മീറ്റർ. ഇനി നമുക്ക് കുട്ടിയുടെ ഉയരം തരാതെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് 20 മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുന്നു. കുട്ടി മരത്തിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എങ്കിൽ ടവറിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ടവറിൻ്റെ ഉയരം എത്ര എന്നുള്ള ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും?
ടാൻ ഉപയോഗിക്കുക. ഇവിടെയും നിങ്ങൾ ടാൻ ഉപയോഗിക്കുക. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. ടാൻ എത്ര ഡിഗ്രി? 70 ഡിഗ്രി സമം എതിർവശം ആരാണ്? എ ബി ബൈ സമീപവശം 20 ബൈ 20 ഇങ്ങോട്ട് മാറുമ്പോൾ ടാൻ 70 ഇൻറ്റു 20 സമ എ ബി. ടാൻ 70ൻ്റെ വില 2.75 ഇൻറ്റു 20 സമ എ ബി. 2.75 നമ്മളിവിടെ ഗുണിച്ചതാണ് അല്ലേ? 55 എന്ന് കിട്ടും. 55 മീറ്റർ എന്ന് കിട്ടും. എ ബി 55 മീറ്റർ. ഇതാണ് ടവറിൻ്റെ ഉയരം. ഇവിടെ വേറെ ഒന്നും കൂട്ടി കൊടുക്കാനൊന്നുമില്ല, കാരണം ഇവിടെ കുട്ടി ഉണ്ടായതുകൊണ്ടാണ്. കുട്ടിയുടെ നീളം മുതലാണ് ടവർ ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്, ഇവിടെ മുതലല്ലല്ലോ. അപ്പോൾ കുട്ടിയുടെ ഹൈറ്റ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തി. ഇവിടെയാണെങ്കിൽ ടവർ തന്നെയാണ് മൊത്തത്തിൽ കാണുന്നത്. അപ്പോൾ ടവറിൻ്റെ നീളം 55 മീറ്റർ. അപ്പം മേൽക്കോണുമായി ബന്ധപ്പെട്ട സിമ്പിൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. ഓക്കെ.